അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലാ തുതിഗിൽ കാഫിരീന വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. അഭിവന്ദ്യരായ നേതാക്കളെ, സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നായി ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകളിലെ പഠിതാക്കളുടെ മഹാസംഗമത്തിനാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ആവേശപൂർവം നാം സാക്ഷികളായിക്കൊണ്ടിരിക്കുന്നത്. 2014 ഓഗസ്റ്റിലക്കം പച്ചക്കുതിര മാസികയിൽ കേരളത്തിലെ അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായ എം.എ. ബേബിയുമായി കേരളത്തിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന യുക്തിവാദി ബുദ്ധിജീവികളിൽ പ്രമുഖനായ സി രവിചന്ദ്രൻ നടത്തിയ ഒരഭിമുഖ സംഭാഷണമുണ്ട്. പ്രസ്തുത അഭിമുഖ സംഭാഷണത്തിൽ കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടയിൽ കണ്ണൂരിനെ കുറിച്ചുള്ള ചില പരാമർശങ്ങൾ കടന്നു വരുന്നുണ്ട്. കണ്ണൂരിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തീവ്രവാദ സ്വഭാവമുള്ള ഒരു മുസ്ലിം സംഘടനയുമായി ബന്ധപ്പെടുത്തി ഒരു പള്ളിപ്പറമ്പിൽ അവർ ആയുധങ്ങൾ ശേഖരിച്ചു എന്ന വാർത്ത പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ. കണ്ണൂർ ഈ രീതിയിലുള്ള മുസ്ലിം തീവ്രവാദികളുടെ ആയുധപ്പുരകളുള്ളൊരു നാടായി പരിണമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് സൂചിപ്പിച്ച ശേഷം അഭിമുഖകാരനായ സി രവിചന്ദ്രൻ എം.എ. ബേബിയോട് ചോദിക്കുന്നത് കണ്ണൂർ മറ്റൊരു മലപ്പുറമായി മാറുകയാണോ എന്നാണ്. കണ്ണൂർ തീവ്രവാദ സ്വാധീനമുള്ള ശക്തികളുടെ സാന്നിധ്യം വർദ്ധിച്ചു വരുന്നതിൻ്റെ ഫലമായി മറ്റൊരു മലപ്പുറമായി മാറിക്കൊണ്ടിരിക്കുകയാണോ എന്ന ചോദ്യം അഭിമുഖകാരൻ എം.എ. ബേബിയോട് ചോദിക്കുന്നു. ഇവിടെ മുസ്ലിം തീവ്രവാദത്തിൻ്റെ ഒരു മെറ്റഫറായി മലപ്പുറം മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കേരളത്തിൻ്റെ മറ്റേതെങ്കിലും പ്രദേശങ്ങളിൽ നിന്ന് ആയുധപ്പുരകളോ ആയുധ പരിശീലന ക്യാമ്പുകളോ ബോംബ് നിർമ്മാണ കേന്ദ്രങ്ങളോ കണ്ടെടുക്കപ്പെട്ടതുപോലെ, റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെ മലപ്പുറത്ത് നിന്ന് അത്തരം വാർത്തകൾ ഒന്നും തന്നെ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതാണ് സത്യം. നേർക്കുനേരെ പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള മുസ്ലിം തീവ്രവാദ സംഘടനകൾക്ക് ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും അധികം വേരോട്ടം കുറഞ്ഞ ജില്ലകളിലൊന്നാണ് മലപ്പുറം. കണ്ണൂരിൻ്റെ അത്ര തന്നെ സ്വാധീനം അത്തരം സംഘടനകൾക്ക് മലപ്പുറത്തില്ല എന്നതാണ് സത്യം. എന്നിട്ട് പോലും തീവ്രവാദത്തിൻ്റെ ലക്ഷണങ്ങൾ എവിടെയെങ്കിലും കാണുമ്പോൾ ആ പ്രദേശം മലപ്പുറത്തിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉത്തരവാദപ്പെട്ട സാംസ്കാരിക പ്രവർത്തകരിൽ നിന്ന് വരുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ഏറെ പ്രസക്തമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം തേടി ഈ സാംസ്കാരിക പ്രവർത്തകരുടെ അടുക്കളകളിലേക്ക് നാം കടന്നു ചെന്നാൽ അവർ പറയുക മലപ്പുറത്ത് വ്യാപകമായ അർത്ഥത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മദ്രസ സംവിധാനത്തെക്കുറിച്ചാണ്. മലപ്പുറത്ത് കേരളത്തിലെ മറ്റൊരു പ്രദേശത്തുമില്ലാത്ത വിധം ശാസ്ത്രീയവും വ്യവസ്ഥാപിതവുമായ രീതിയിൽ വ്യത്യസ്ത മുസ്ലിം സംഘടനാ നേതൃത്വങ്ങളുടെ കീഴിൽ മദ്രസകൾ നടക്കുന്നു എന്നും ആ മദ്രസകളിൽ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ ഖുർആൻ അഭ്യസിക്കുന്നു എന്നും ആ ഖുർആൻ അഭ്യാസമാണ് മലപ്പുറത്തെ മുസ്ലിങ്ങളെ മതമൗലികവാദികളും ഭീകരവാദികളുമാക്കി മാറ്റുന്നത് എന്നും വിശദീകരിച്ചു തരും അവർ. ഞാനിത് വെറുതെ പറയുന്നതല്ല. ഒന്നിലധികം ഇംഗ്ലീഷ് ആനുകാലികങ്ങളിൽ പല തവണയായി പ്രസിദ്ധീകരിക്കപ്പെട്ട ഫീച്ചറുകൾ മലപ്പുറത്തെ മദ്രസ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ളതായിരുന്നു. മലപ്പുറത്തെ മദ്രസ വിദ്യാഭ്യാസം ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കുന്നത് കൊണ്ടൊരു വലിയ ദുരന്തമാണ് എന്നും ആ മദ്രസകളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഭീകരവാദികൾ മുളപൊട്ടുന്നത് എന്നുമെല്ലാം സമർത്ഥിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ. ഇവിടെ
നാം ഒരു പ്രതിസന്ധിക്ക് മുമ്പിൽ നിൽക്കുകയാണ്. ഖുർആൻ സമൂഹത്തെയും സമുദായത്തെയും പഠിപ്പിക്കുവാൻ വേണ്ടി അത്യധ്വാനം ചെയ്തൊരു പ്രസ്ഥാനമാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം. ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കൾ മുസ്ലിം സമുദായത്തെ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി നടത്തിയ ആസൂത്രണങ്ങളുടെ വിയർപ്പിന്റെ വിലയാണ് യഥാർത്ഥത്തിൽ നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ മുസ്ലിങ്ങൾ ഏകദേശം 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധം വരെ പരിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ യാതൊരു നിർവാഹവും ഇല്ലാത്തവരായിരുന്നു. ഖുർആനിന്റെ ഭാഷ അറബിയും മലയാളി മുസ്ലിങ്ങളുടെ ഭാഷ മലയാളവുമായതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ ഒരിക്കലും കേരളത്തിലെ മുസ്ലിം സമുദായത്തിലേക്ക് കടന്നു ചെന്നിരുന്നില്ല 19-ാം നൂറ്റാണ്ടിൽ. ആ കാലഘട്ടത്തിൽ മലയാളം പഠിക്കുന്നത് തന്നെ മതവിരുദ്ധമായി പ്രഖ്യാപിക്കപ്പെട്ടിരുന്നതിനാൽ പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുക എന്ന് പറയുന്നത് ആലോചിക്കുവാൻ പോലും കഴിയാത്തൊരു കാര്യമായിരുന്നു. അന്ന് കേരളത്തിൽ ആദ്യമായി ഖുർആൻ വചനങ്ങൾക്ക് മലയാള പരിഭാഷ എഴുതുന്നത് സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങളാണ്. സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ അദ്ദേഹം 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ 1850 ശേഷം അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹം പ്രസിദ്ധീകരിച്ച ആനുകാലികങ്ങളിൽ അദ്ദേഹം എഴുതിയ ലേഖനങ്ങളിൽ പരിശുദ്ധ ഖുർആനിന്റെ മലയാള പരിഭാഷകൾ ധാരാളമായി ഉദ്ധരിച്ചു. അത് പുതിയൊരു ചരിത്രത്തിന്റെ തുടക്കമായിരുന്നു. പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ മലയാളത്തിൽ എഴുതുക എന്ന അനുഭവം കേരളത്തിന് പുതിയതായിരുന്നു. മുമ്പൊരു പണ്ഡിതനും നിർവഹിച്ചിട്ടില്ലാത്ത ദൗത്യവും ധർമ്മവുമായിരുന്നു അത്. സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെ ചില വചനങ്ങൾ അതിന്റെ സന്ദർഭത്തിനനുസരിച്ച് ഉദ്ധരിക്കുകയും അതിന്റെ മലയാള പരിഭാഷ പ്രസിദ്ധീകരിക്കുകയും ചെയ്തത് കേരളത്തിലെ മുസ്ലിം പൗരോഹിത്യത്തിന്റെ വലിയ എതിർപ്പുകൾ ക്ഷണിച്ചു വരുത്തി. എന്നാൽ ആ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. വക്കം അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്ന ആനുകാലികങ്ങളിൽ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾക്ക് മലയാള പരിഭാഷ പ്രസിദ്ധീകരിക്കുവാൻ ഒരു പംക്തി തന്നെ തുടങ്ങിയതായി നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ചും 1930-കളിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ച ദീപിക എന്ന് പറയുന്ന ആനുകാലികത്തിൽ ഖുർആൻ പരിഭാഷയ്ക്ക് വേണ്ടി മാത്രമായി ഒരു കോളമുണ്ടായിരുന്നു. അതിൽ ഖുർആനിന്റെ അർത്ഥം ഫാത്തിഹ മുതൽ പ്രസിദ്ധീകരിക്കുവാൻ, വിശദീകരണങ്ങൾ വായനക്കാർക്ക് നൽകുവാൻ പ്രത്യേകമായ ചില താളുകൾ നീക്കിവെക്കുകയും ആ പേജുകളിൽ സ്ഥിരമായി ഖുർആൻ വചനങ്ങളുടെ ആശയം പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന കാഴ്ചയാണ് വക്കം മൗലവിയുടെ കാലത്ത് നാം കാണുന്നത്. അതിനുശേഷം KM സീതി സാഹിബും MCC അബ്ദുറഹ്മാൻ മൗലവിയും KM മൗലവിയും ചേർന്ന് തലശ്ശേരിയിൽ 1930-കളിൽ മുസ്ലിം ലിറ്ററേച്ചർ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം രൂപീകരിക്കുകയും ആ പ്രസ്ഥാനത്തിന്റെ കീഴിൽ PK മൗസ മൗലവിയെ പോലുള്ള തലമുതിർന്ന ഇസ്ലാഹി പണ്ഡിതന്മാരെ കൊണ്ട് പരിശുദ്ധ ഖുർആനിന് സമ്പൂർണമായ ഒരു വ്യാഖ്യാനം എഴുതിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. ആ ശ്രമങ്ങൾ ഒരു പരിധിവരെ വിജയിക്കുകയും പരിശുദ്ധ ഖുർആനിന്റെ മലയാള പരിഭാഷ ഏതാനും ഭാഗങ്ങളാണെങ്കിൽ പോലും 1930-കളിൽ 1937 കാലഘട്ടത്തിൽ സീതി സാഹിബിന്റെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തു. അതിനുശേഷമാണ് കേരള നദ്വത്തുൽ മുജാഹിദീന്റെ രൂപീകരണം ഉണ്ടാകുന്നത്. കേരള നദ്വത്തുൽ മുജാഹിദീന്റെ രൂപീകരണം നടക്കുന്ന സമയത്ത് കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാരുടെ മനസ്സിൽ ഖുർആനിനെ കുറിച്ചൊരു ചിത്രമുണ്ടായിരുന്നു. നിങ്ങൾക്കറിയുമോ, ഇവിടെയുള്ള പ്രായമുള്ള ആളുകളോട് നിങ്ങൾ ചോദിക്കുക, മലബാറിലും കേരളത്തിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിലും നടന്നിരുന്ന പാതിരാബാലുകൾ, ആ പാതിരാബാലുകളിൽ കേരളത്തിലെ മുസ്ലിയാക്കന്മാർ അവരൊരിക്കലും ഖുർആൻ വചനങ്ങൾ ഉദ്ധരിക്കാറുണ്ടായിരുന്നില്ല. കേരളത്തിലെ മുസ്ലിയാക്കന്മാർ, കേരളത്തിലെ പരമ്പരാഗത മതപണ്ഡിതന്മാർ അവർ നടത്തുന്ന മതപ്രഭാഷണങ്ങളിൽ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഉദ്ധരിക്കാറുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. ചരിത്രം പരിശോധിച്ചാൽ കേരളീയ മുസ്ലിങ്ങളുടെ സാംസ്കാരികമായ വലിയൊരു പൈതൃകമായി നിലനിന്ന ഇത്തരം മതപ്രഭാഷണ വേദികൾ, ആ മതപ്രഭാഷണ വേദികളിൽ നിന്ന് മുഴങ്ങിക്കേട്ടിരുന്നത് മാലകളിലെയും മൗലിദുകളിലെയും റാത്തീബുകളിലെയും എല്ലാം ഈരടികളായിരുന്നു. പിന്നെ പ്രവാചക കഥകൾ എന്ന പേരിൽ അടിസ്ഥാനമില്ലാത്ത ഒരുപാട് കിസ്സകളും കെസ്സുപാട്ടുകളും എല്ലാമാണ് പരമ്പരാഗത മതപ്രഭാഷണ വേദികളിൽ നിന്ന് മുസ്ലിം സമുദായം കേട്ടത്. അവിടെ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കേൾക്കുവാനോ ആ വചനത്തിന്റെ ആശയങ്ങൾ വിശദീകരിക്കുവാനോ പ്രഭാഷകർ സമയം കണ്ടെത്തിയതുമില്ല. കേൾവിക്കാർക്ക് അതൊരു കുറവായി തോന്നിയതുമില്ല. ഈ അവസ്ഥക്ക് വലിയ പ്രഹരമേൽപ്പിച്ചുകൊണ്ടാണ് കേരള നദ്വത്തുൽ മുജാഹിദീന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. കോഴിക്കോട്ട് 1950-ൽ KM മൗലവിയുടെ അധ്യക്ഷതയിൽ കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ട സമയത്ത് അതിന്റെ ഒന്നാമത്തെ കാര്യപരിപാടിയായി അത് പ്രഖ്യാപിച്ചത് കോഴിക്കോട്ടെ ഖുർആൻ ക്ലാസ് ആയിരുന്നു. KNM-ന്റെ സ്ഥാപക ജനറൽ സെക്രട്ടറി ആയിരുന്ന NV അബ്ദുസ്സലാം മൗലവി അന്ന് കോഴിക്കോട്ടെ അൽമനാർ ഓഫീസിൽ വെച്ച് നടത്തിയ ഖുർആൻ ക്ലാസ്
ആ ഖുർആൻ ക്ലാസ് കേരളീയ മുസ്ലിങ്ങൾക്കിടയിൽ പുതിയൊരു സംസ്കാരത്തിന് തുടക്കം കുറിച്ചു. കേവലം കുറെ മാലകളും മൗലീദുകളും പടപ്പാട്ടുകളുമെല്ലാം ഉദ്ധരിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നതിന് പകരം മതപരമായ വിഷയങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് എന്ന് കൃത്യമായി തിരിച്ചറിയുകയായിരുന്നു ഇസ്ലാഹി പ്രസ്ഥാനം. കോഴിക്കോട്ട് അബ്ദുസലാം മൗലവി നടത്തിയിരുന്ന ഖുർആൻ ക്ലാസ്സിലേക്ക് ധാരാളം പഠിതാക്കൾ വന്നു. ആ ക്ലാസ്സിൽ ഖുർആൻ തുടക്കം മുതൽ ഖുർആനിലെ വചനങ്ങൾ ഓരോന്നായി അതിന്റെ തഫ്സീറുകൾ ഉദ്ധരിച്ചുകൊണ്ട് അതിന്റെ വാക്കർത്ഥങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഖുർആൻ ആയത്തുകളുടെ അർത്ഥം ഒരു ക്ലാസ് രൂപത്തിൽ തന്നെ ജനങ്ങളെ പഠിപ്പിക്കുവാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടായി. ആ പരിശ്രമങ്ങളെയാണ് ഖുർആൻ ക്ലാസ്സിലാക്കാനുള്ള പരിശ്രമം എന്ന് അക്കാലഘട്ടത്തിൽ യാഥാസ്ഥിതികർ പരിഹസിച്ചത്. അവിടെ നിന്ന് വീണ്ടും നാം മുന്നോട്ട് പോയി. ഖുർആൻ ക്ലാസ് വലിയൊരു ജനകീയ പ്രസ്ഥാനമായി മാറി. അതോടൊപ്പം ഇസ്ലാഹി പ്രസ്ഥാനം നടത്തിയ മതപ്രഭാഷണങ്ങൾ, പൊതുപ്രഭാഷണങ്ങൾ, ആ പൊതുപ്രഭാഷണങ്ങൾ ഖുർആൻ വചനങ്ങളുടെ സമൃദ്ധി കൊണ്ട് വേറിട്ടു നിന്നു. ഒരു പ്രദേശത്ത് ഒരു യാഥാസ്ഥിതിക പണ്ഡിതന്റെ പ്രഭാഷണമുണ്ടെങ്കിൽ ആ പ്രഭാഷണത്തിൽ കേവലം മാലകളിലെയും മൗലിദുകളിലെയും വരികളുണ്ടായപ്പോൾ മഹാന്മാരായ ഇസ്ലാഹി പ്രബോധകരുടെ പ്രഭാഷണങ്ങൾ, ആ പ്രഭാഷണങ്ങൾ ആദ്യാവസാനം ഖുർആൻ വചനങ്ങൾ കൊണ്ട് നിബിഡമായിരുന്നു. ആ ഖുർആൻ വചനങ്ങൾ സമൃദ്ധമായി ഉദ്ധരിച്ചുകൊണ്ടാണ് കേരളത്തിലെ മുസ്ലിം സമുദായത്തെ ഇസ്ലാഹി പ്രസ്ഥാനം തൗഹീദ് പഠിപ്പിച്ചത്. ഇസ്ലാഹി പ്രസ്ഥാനം അള്ളാഹുവിന് പുറമെ മറ്റൊരു അദൃശ്യ ശക്തിക്കും നമ്മുടെ സഹായാഭ്യർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ കഴിയില്ല എന്ന് കേരളത്തിലെ മുസ്ലിം സമുദായത്തെ പഠിപ്പിച്ചത് ഖുർആൻ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. അത് ലോക ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്തൊരു വിപ്ലവമായിരുന്നു. കേരളത്തിലെ മുസ്ലിം ഉൾഗ്രാമങ്ങളിലെ ചായക്കടലുകളിൽ ഇരുന്നു കൊണ്ട് ആ ചായക്കടകളിൽ പ്രായം ചെന്ന മുസ്ലിം കാരണവന്മാർ, മാപ്പിള കാരണവന്മാർ, ആ മാപ്പിള കാരണവന്മാർ രാവിലെ ചായ കുടിക്കുന്നതിനും വർത്തമാന പത്രം വായിക്കുന്നതിനുമൊപ്പം ഖുർആൻ വചനങ്ങൾ ഉദ്ധരിക്കുകയും ആ ഖുർആൻ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തന്റെ ചുറ്റുമിരിക്കുന്ന ആളുകളോട് അല്ലാഹുവല്ലാത്തവരോടുള്ള സഹായാഭ്യർത്ഥനകൾ തെറ്റാണ് എന്ന് സമർത്ഥിക്കുകയും ചെയ്യുന്ന അനുഭവം കേരളത്തെ അത്ഭുതപ്പെടുത്തി. അത്രത്തോളം ഖുർആനിക വിജ്ഞാനങ്ങൾ ജനകീയമായ, അത്രത്തോളം ഖുർആനിന്റെ ആശയങ്ങൾ സാധാരണക്കാരനെ കൊണ്ട് ഏറ്റെടുപ്പിക്കാൻ കഴിഞ്ഞൊരു വിപ്ലവം യഥാർത്ഥത്തിൽ ആധുനിക കാലഘട്ടത്തിൽ ലോകത്തിൽ എവിടെയും ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. വലിയ പ്രബോധന വിപ്ലവങ്ങൾ നടന്ന പ്രദേശങ്ങളിൽ പോലും മഹാപണ്ഡിതന്മാർ സൃഷ്ടിക്കപ്പെടുകയും ആ മഹാപണ്ഡിതന്മാരുടെ ദർസുകളിൽ ആളുകൾ വന്നിരിക്കുകയും ചെയ്തു എന്നതല്ലാതെ സാധാരണക്കാരന്റെ നാവിലേക്ക് ഖുർആൻ വചനങ്ങൾ വെച്ചുകൊടുക്കാനും അവരെ കൊണ്ട് ഖുർആൻ ഉദ്ധരിപ്പിക്കുവാനും ആ ഖുർആൻ വചനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം നാട്ടിൽ സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തിക്കുവാനും സാധിച്ചത് കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിനാണ് എന്ന അഭിമാനത്തോടുകൂടി നമുക്ക് ഓർമ്മിക്കുവാൻ കഴിയും. അവിടെ നിന്ന് കേരളത്തിലെ മുസ്ലിം സമുദായം മാറുകയായിരുന്നു. ഖുർആൻ പഠിക്കാതെ, ഖുർആൻ മറിച്ചു നോക്കാതെ, ഖുർആനിന്റെ ആശയങ്ങളിലൂടെ കടന്നു പോകാതെ, ഖുർആനിന്റെ ആശയ ലോകത്തെ നെഞ്ചോട് ചേർത്തു വെക്കാതെ വിജയിക്കുവാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ കേരളത്തിലെ മുസ്ലിം സമുദായം കക്ഷിഭേദമന്യേ ഖുർആൻ പഠനത്തിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി. ധാരാളം ഖുർആൻ പഠന ക്ലാസുകൾ ഉണ്ടായി. എല്ലാവരുടെയും പ്രഭാഷണങ്ങളിൽ ഖുർആൻ ധാരാളമായി ഉദ്ധരിക്കപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ടായി. തീവ്ര യാഥാസ്ഥിതികരുടെ നേതൃത്വത്തിൽ പോലും കൃത്യമായി ഖുർആൻ ഭാഗങ്ങൾ വിശദീകരിക്കുന്ന പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു. കേരളത്തിലെ മദ്രസകളിൽ ഖുർആൻ വചനങ്ങൾ അർത്ഥസഹിതം പഠിപ്പിക്കപ്പെട്ടു. അങ്ങനെ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത വിധം ഖുർആനിൽ ഉത്ബുദ്ധമായൊരു സമുദായം കേരളത്തിൽ ജ്വലിച്ചുയർന്നു വന്നു. ആ സമുദായം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങൾക്ക് മാതൃകയായി. പക്ഷേ നമ്മൾ അറിയണം, നമ്മുടെ സമുദായം നേടിയെടുത്ത ഈ നവജാഗരണത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സമുദായത്തെ അടിക്കുവാനുള്ള പുതിയ വടികൾ ശത്രുക്കൾ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിവരമില്ലാത്തവരാണ് എന്നതായിരുന്നു ഒരു കാലത്തെ മാപ്പിളമാർക്കെതിരെയുള്ള ആക്ഷേപമെങ്കിൽ ഇന്ന് വിവരമുണ്ട് എന്നത് അവരുടെ കുറ്റമായി മാറിയിരിക്കുന്നു. അവർക്ക് ഖുർആൻ അറിയാമെന്നത് അവരുടെ കുറ്റമായി മാറിയിരിക്കുന്നു. അവർ സ്വന്തം മക്കളെ ചെറിയ പ്രായത്തിൽ ഖുർആൻ പഠിപ്പിക്കുന്നു എന്നത് അവരുടെ കുറ്റമായി മാറിയിരിക്കുന്നു. അവരുടെ മക്കൾ മതപാഠശാലകളിലേക്ക് പോയി ഖുർആനിന്റെ വചനങ്ങൾ അഭ്യസിക്കുന്നു എന്നത് വലിയൊരു അപരാധമായി ചിത്രീകരിക്കപ്പെടുന്നു. അങ്ങനെ അഭ്യസിക്കുന്നത് കൊണ്ടാണ് അവരുടെ മക്കൾ ഭീകരവാദികളാകുന്നത് എന്ന പ്രചരണം ശക്തമായി തഴക്കുന്നു. ഇവിടെ എന്ത് പ്രതിരോധം തീർക്കാൻ കഴിയുമെന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ആ ചോദ്യത്തെയാണ് പുതിയ കാലത്ത് നമ്മൾ അഭിമുഖീകരിക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പരിശുദ്ധ ഖുർആൻ ഒരു സ്ഫോടക വസ്തുവാണ് എന്നും ഖുർആൻ പഠിപ്പിക്കുന്ന ജിഹാദ് എന്ന ആശയം മനുഷ്യനെ തീവ്രവാദിയാക്കുമെന്നും പ്രചരിപ്പിക്കുവാനുള്ള തകൃതിയായ പരിശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പരിശ്രമങ്ങളെ എല്ലാ കാലത്തും ചെറുത്തു തോൽപ്പിച്ചത് ഇസ്ലാഹി പ്രസ്ഥാനമാണ്.
ജിഹാദ് എന്ന് പറഞ്ഞാൽ സായുധ സംഘങ്ങൾ ഉണ്ടാക്കലോ, കലാപങ്ങൾ സംഘടിപ്പിക്കലോ, ഭീകരവാദികളാകലോ, നാടുകളിൽ അരാജകത്വം പടർത്തലോ അല്ല. മറിച്ച് ബഹുസ്വര ജനാധിപത്യ സമൂഹങ്ങളിൽ പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള പരിശ്രമങ്ങളാണ് ജിഹാദിന്റെ കാതൽ എന്ന് കേരളത്തിലെ മുസ്ലിം സമുദായത്തെ ആവർത്തിച്ച് പഠിപ്പിച്ചത് കേരളത്തിലെ സലഫി പ്രസ്ഥാനമാണ്. കേരളത്തിൽ എന്നല്ല, ലോകത്തെല്ലായിടത്തും ദഅവത്താണ് ജിഹാദ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ കലാപമല്ല, ജിഹാദ് എന്ന് പറഞ്ഞാൽ ഭീകരവാദമല്ല, ജിഹാദ് എന്ന് പറഞ്ഞാൽ ആയുധ വ്യവസായമല്ല എന്ന് പറയുകയും പ്രബോധന പ്രവർത്തനങ്ങളാണ് ആധുനിക കാലഘട്ടം ആവശ്യപ്പെടുന്ന ജിഹാദ് എന്ന് മുസ്ലിം സമുദായത്തെ പഠിപ്പിക്കുകയും ചെയ്തത് ലോകത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും സലഫി പ്രസ്ഥാനങ്ങളാണ്. അവിടെയാണ് സാമ്രാജ്യത്വം അസ്വസ്ഥമാകുന്നത്, നമ്മുടെ ശത്രുക്കൾ അസ്വസ്ഥമാകുന്നത്. സാമ്രാജ്യത്വത്തിന്റെ ഏറ്റവും വലിയ ധനാഗമന മാർഗം എന്ന് പറയുന്നത് ആയുധ വ്യവസായമാണ്. നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണിത്. എന്തുകൊണ്ടാണ് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ലോകത്ത് ചോരപ്പുഴ ഒഴുകുന്നത് നിലക്കാത്തത്? എന്തുകൊണ്ടാണ് പുതിയ പുതിയ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് പുതിയ രീതിയിലുള്ള ശിഥിലീകരണ പ്രക്രിയകൾ ഉണ്ടാകുന്നത്? അതിൻ്റെ എല്ലാം ഉത്തരം ആയുധം ചെലവാകേണ്ടത് സാമ്രാജ്യത്വത്തിന്റെ ആവശ്യമാണ് എന്നതാണ്. ആയുധമാണ് സാമ്രാജ്യത്വത്തിന്റെ ഏറ്റവും വലിയ വരുമാന മാർഗം. സാമ്രാജ്യത്വ രാഷ്ട്രങ്ങൾക്ക് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ പ്രകൃതി വിഭവങ്ങളുടെ വലിയ ശേഖരമൊന്നുമില്ല. ആയുധം വിറ്റുകൊണ്ടാണ് അവർ സ്വയം തടിക്കുന്നത്. അങ്ങനെ ആയുധം വിൽക്കണമെങ്കിൽ ലോകത്തെല്ലായിടത്തും കലാപങ്ങൾ ഉണ്ടാകണം, ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകണം, ലോകത്ത് രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകണം. അവിടെ ആ കലാപങ്ങളിലേക്ക് ലോകത്തെ ചെറുപ്പക്കാരെ ആകർഷിക്കുകയും നയിച്ചു കൊണ്ടുപോവുകയും ചെയ്യണം. അതിനുവേണ്ടി ലോകത്തെ ചെറുപ്പക്കാരെ എങ്ങനെ കലാപകാരികളും ഭീകരവാദികളുമാക്കി മാറ്റി അവർക്ക് ആയുധം വിൽക്കാമെന്ന് സാമ്രാജ്യത്വം തലപുകഞ്ഞ് ചിന്തിക്കുമ്പോഴാണ് ജിഹാദ് എന്ന പദം അവർക്ക് മുന്നിലേക്ക് കടന്നു വരുന്നത്. പരിശുദ്ധ ഖുർആൻ സമർപ്പിക്കുന്ന ജിഹാദിന്റെ ആശയം, ആ ജിഹാദിന്റെ ആശയത്തെ ക്രൂരമായി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഖുർആൻ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ലാത്ത അർത്ഥതലങ്ങൾ അതിന് നൽകിക്കൊണ്ട് ഏതെങ്കിലും രാജ്യത്ത് കലാപമുണ്ടാക്കുകയാണ് ജിഹാദിന്റെ താല്പര്യമെന്ന് പഠിപ്പിച്ചുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരെ ഭീകരവാദികളാക്കി മാറ്റാനുള്ള പരിശ്രമം, ആ പരിശ്രമങ്ങളാണ് തകർക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, ഇപ്പോൾ ഇറാഖിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മുന്നേറ്റം, ISIS എന്ന പേരിൽ ലോകത്ത് അറിയപ്പെടുന്ന മുന്നേറ്റം, ഈ മുന്നേറ്റത്തിന്റെ ആശയപരമായ അടിത്തറകൾ എന്താണ് എന്ന് കൃത്യമായി നാം തിരിച്ചറിയണം. വളരെ കൃത്യമായി ഗൗരവത്തോടുകൂടി നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണിത്. ഈ മുന്നേറ്റത്തിന് ആശയപരമായി 2 അടിത്തറകളുണ്ട്. അതിന്റെ ഒന്നാമത്തെ അടിത്തറ അതിന്റെ പേരിൽ തന്നെയുണ്ട്. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ സ്ഥാപനം എന്ന് പറയുന്നത് മുസ്ലിമിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമാണ് എന്ന ആശയമാണ് അതിന്റെ ഒന്നാമത്തെ അടിത്തറ. ഏത് നാട്ടിൽ ജീവിക്കുന്ന മുസ്ലിമായാലും ആ നാട്ടിൽ നിലവിലുള്ള ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ ഒരു ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കുകയാണ് മുസ്ലിമിന്റെ കർത്തവ്യം എന്ന് സിദ്ധാന്തിക്കുന്ന ഒരാശയധാര. ആ ആശയധാര ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പൊളിറ്റിക്കൽ ഇസ്ലാം, രാഷ്ട്രീയ ഇസ്ലാം എന്ന് വ്യവഹരിക്കപ്പെട്ടു പോരുന്ന ആശയധാര, ആ ആശയധാരക്കെതിരെ പോരാടിയവരാണ് കേരളത്തിലെ മുജാഹിദുകൾ. ഇന്ത്യയിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കലല്ല, ഇന്ത്യ എന്ന് പറയുന്ന മതേതര ജനാധിപത്യ രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടി അധ്വാനിക്കലാണ് മുസ്ലിങ്ങളുടെ ധർമ്മമെന്ന് കേരളത്തിലെ മുസ്ലിം സമുദായത്തെ പഠിപ്പിക്കുകയും ഇസ്ലാമിക രാഷ്ട്രവാദികളെ തെരുവിൽ നേരിടുകയും ചെയ്ത പാരമ്പര്യമാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ളത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇവരുടെ ആശയ ലോകമാണ് ഒന്നാമതായി ISISനെ നയിക്കുന്നത്. രണ്ടാമതായി അവരെ നയിക്കുന്നത് സൂഫിസത്തിന്റെ ആശയങ്ങളാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. അബൂബക്കർ ബാഗ്ദാദി അവരുടെ ആത്മീയ നേതാവാണ്. അബൂബക്കർ ബാഗ്ദാദി അവരുടെ ആത്മീയ നേതാവാണ്. അനുസരിക്കപ്പെടേണ്ട, ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത നേതാവ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള പേര് അബൂബക്കർ എന്നല്ല, ഇബ്രാഹിം എന്ന പേരുള്ള ഈ മനുഷ്യൻ ഒന്നാം ഖലീഫയായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഇന്നത്തെ പ്രതിനിധാനമാണ് താനെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് അബൂബക്കർ ബാഗ്ദാദി എന്ന പേര് സ്വീകരിക്കുന്നത്. അവിടെ ഒരു ആത്മീയ നേതാവ് ഉണ്ടാവുകയാണ്. ആ ആത്മീയ നേതാവ് തന്നെ അനുസരിക്കൽ നിർബന്ധമാണ് എന്ന് മുസ്ലിങ്ങളോട് പറയുകയാണ്. ഇത് സൂഫിസത്തിന്റെയും ഷിയായിസത്തിന്റെയും ശൈലിയാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് ആത്മീയ നേതാക്കളെ പരിചയമില്ല. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് സിദ്ധന്മാരെയും പുരോഹിതന്മാരെയും പരിചയമില്ല. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് അങ്ങനെ തെറ്റുപറ്റാത്ത വിശുദ്ധ വ്യക്തിത്വങ്ങളെ പരിചയമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമാണ് നമ്മുടെ ആത്മീയ നേതാവ് എന്ന് മുജാഹിദുകൾ വിശ്വസിക്കുന്നു. ഇവിടെ സ്വയം ഒരു ആത്മീയ നേതാവായി പ്രതിഷ്ഠിക്കുവാനുള്ള വ്യഗ്രതയാണ്
ഇദ്ദേഹത്തിന്റെ സംസാരങ്ങളിൽ മുഴുവൻ ദൃശ്യമാകുന്നത്. ഒരു വശത്ത് നിന്ന് സൂഫിസവും മറുവശത്ത് നിന്ന് മതരാഷ്ട്രവാദവുമാണ് ISISന്റെ ഊർജ്ജ സ്രോതസ്സുകളായി നിലനിൽക്കുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിന്റെ ചുരുക്കം. പക്ഷേ അവിടെ നാം മനസ്സിലാക്കേണ്ട ഗൗരവമേറിയൊരു സത്യമുണ്ട്. ISIS എന്ന് പറയുന്ന ഭീകര സംഘടന, അതിന്റെ രണ്ട് അടിത്തറകൾ സൂഫിസവും രാഷ്ട്രീയ ഇസ്ലാമുമാണെങ്കിലും സലഫിയത്തിന്റെ കുപ്പായമിട്ടുകൊണ്ടാണ് അത് ലോകത്തിന് മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്ന വസ്തുതയെ ഗൗരവത്തോടു കൂടി കാണാൻ നമുക്ക് കഴിയണം. സലഫി ആദർശവുമായി അവർക്ക് യാതൊരു ബന്ധവുമില്ല. സലഫി ആദർശത്തിന്റെ അടിത്തറകളെ തന്നെ തകർത്തെറിയുന്ന ഈ രണ്ട് സിദ്ധാന്തങ്ങളാണ് അവരുടെ അടിസ്ഥാനങ്ങൾ. അതുകൊണ്ടാണ് സൗദി അറേബ്യയിലെ സമുന്നതരായ പണ്ഡിതന്മാർ, അവിടുത്തെ ഗ്രാൻഡ് മുഫ്തി ആലു ഷെയ്ഖ് അടക്കമുള്ള ആളുകൾ ISIS ഒരു വ്യതിചലിച്ച കക്ഷിയാണ് എന്ന് കൃത്യമായി മുസ്ലിം ലോകത്തെ ഉത്ബോധിപ്പിച്ചത്. ഇവിടെ സലഫികളല്ലാത്ത ആളുകൾ സലഫിയത്തിന്റെ ബാഡ്ജ് ധരിക്കുന്നു, സലഫികളല്ലാത്ത ആളുകൾ സലഫിയത്തിന്റെ ബാനർ പിടിക്കുന്നു, സലഫികളല്ലാത്ത ആളുകൾ സലഫിയത്തിന്റെ കൊടി പിടിച്ച് ജനങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. അവർ തങ്ങൾ സലഫികളാണെന്നും ഖുർആനിന്റെയും ജിഹാദിന്റെയും വക്താക്കളാണെന്നും അവകാശപ്പെടുന്നു. വളരെ ആസൂത്രിതമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ മുന്നേറ്റം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. കഴിഞ്ഞ റമളാൻ മാസത്തിൽ ഫലസ്തീനിലെ ഗസയിൽ ഇസ്രായേൽ അതിശക്തമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ എല്ലാം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കപ്പെട്ട ഒരു വീഡിയോ ചിത്രമുണ്ട്. റിഫായി ഷെയ്ഖിന്റെ മക്ബറ ISISന്റെ പോരാളികൾ തച്ചു തകർക്കുന്ന ചിത്രം, തച്ചു തകർക്കുന്ന വീഡിയോ, തക്ബീർ ധ്വനികൾ മുഴങ്ങുന്ന അന്തരീക്ഷത്തിൽ തൗഹീദ് പഠിപ്പിക്കുന്ന ഖുർആൻ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് റിഫായി ഷെയ്ഖിന്റെ ശവകുടീരം ISISന്റെ പോരാളികൾ തച്ചുതിരപ്പാക്കുന്ന വീഡിയോ, ആ വീഡിയോ അനേകം തവണ ഷെയർ ചെയ്യപ്പെട്ടു. ലോകത്തെല്ലായിടത്തുമുള്ള മുസ്ലിം ചെറുപ്പക്കാർ ആ വീഡിയോ കണ്ടു. ആ വീഡിയോ കൃത്യമായി ലക്ഷ്യം വെച്ചത് സലഫി ചെറുപ്പക്കാരെ തന്നെയാണ്. സലഫി ചെറുപ്പക്കാരെ തന്നെയാണ്. യഥാർത്ഥത്തിൽ സലഫികളല്ലാത്ത, യഥാർത്ഥത്തിൽ സലഫി ആദർശവുമായി യാതൊരു ബന്ധവുമില്ലാത്ത, കൃത്യമായി രാഷ്ട്രീയ ഇസ്ലാമിന്റെയും സൂഫിസത്തിന്റെയും വെള്ളവും വളവും സ്വീകരിച്ച് വളർന്നു വരുന്ന ISISനെ പോലുള്ളൊരു തീവ്രവാദി പ്രസ്ഥാനം, ആ തീവ്രവാദി പ്രസ്ഥാനം തങ്ങൾ സലഫികളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ലോകത്തിലെ സലഫി യുവാക്കളെ തങ്ങളിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടി, തങ്ങളെ പ്രചോദിപ്പിക്കുന്നത് തൗഹീദാണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി വളരെ ആസൂത്രിതമായാണ് യഥാർത്ഥത്തിൽ ഈ ശവകുടീരം തകർക്കുന്ന വീഡിയോ ഷെയർ ചെയ്തത്. അത്തരം കെണികളിൽ കുടുങ്ങാതിരിക്കുവാനുള്ള ജാഗ്രത നമുക്കുണ്ടാകണം. അതൊരു ചൂണ്ടയാണ്, സലഫി ചെറുപ്പക്കാരുടെ മുന്നിലേക്ക് ഇട്ടുതരുന്ന ചൂണ്ട. ആ ചൂണ്ടയിൽ കൊത്തി അവർ പറയുന്നത് ശരിയാണ് എന്ന് വിചാരിച്ച് അവരുടെ പിന്നാലെ പോയ ശേഷമാണ് പലപ്പോഴും സലഫി ചെറുപ്പക്കാർക്ക് തങ്ങൾ അകപ്പെട്ടിട്ടുള്ളത് വലിയ വ്യതിയാനങ്ങളുടെ കപ്പലുകൾക്കകത്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നിർഭാഗ്യവശാൽ. ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത്, സാമ്രാജ്യത്വത്തിന്റെ ആയുധ വ്യവസായം കൊഴിക്കണമെങ്കിൽ മുസ്ലിങ്ങൾ ഭീകരവാദികളാകണം. മുസ്ലിങ്ങൾ ഭീകരവാദികളാകണമെങ്കിൽ സലഫി പ്രസ്ഥാനം ക്ഷീണിക്കണം. ദഅവത്തിലേക്ക് മുസ്ലിങ്ങളെ ക്ഷണിക്കുകയും ഭീകരവാദത്തിൽ നിന്ന് മുസ്ലിങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന ഇസ്ലാഹി പ്രബോധന പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കണം. അതിന് സലഫി ചെറുപ്പക്കാരെ സലഫിയത്തിന്റെ പേരിൽ, സലഫിയത്തുമായി യാതൊരു ബന്ധവുമില്ലാത്ത വിധ്വംസക പ്രവർത്തനങ്ങളിലേക്ക് വഴിതിരിച്ചു കൊണ്ടുപോകാനുള്ള പരിശ്രമങ്ങൾ, ആ പരിശ്രമങ്ങളാണ് ഖുർആനിന്റെ പേരിൽ അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് മുജാഹിദുകൾ എന്ന നിലക്ക് നമ്മുടെ ദൗത്യം വളരെ വിശാലമാകുന്നത്. ഖുർആൻ പഠിക്കുന്നവർ ഭീകരവാദികളാകുമെന്നും മദ്രസകൾ ഭീകരവാദികളുടെ വളർത്തു കേന്ദ്രങ്ങളാണ് എന്നും പ്രചരിപ്പിക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നു. മറുവശത്ത് സലഫികളാണ് തീവ്രവാദത്തിന്റെ ആശയ സ്രോതസ് എന്ന് വരുത്തി തീർക്കാനുള്ള കുടിലമായ പരിശ്രമങ്ങൾ. കേരളത്തിൽ പ്രായോഗിക തലത്തിൽ തന്നെ തീവ്രവാദം സ്വഭാവമുള്ള ഒരു മുസ്ലിം സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിക്കുന്ന ഒരു ആനുകാലികമാണ് തേജസ് ദ്വൈവാരിക. തേജസ് ദ്വൈവാരികയിൽ 2 മാസങ്ങൾക്ക് മുമ്പ് ഇറാഖിലെ തീവ്രവാദി മുന്നേറ്റത്തെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞത് സലഫികളാണ് തീവ്രവാദികൾ എന്നാണ്. സലഫികളാണ് തീവ്രവാദികൾ എന്നാണ്. സ്വയം തീവ്രവാദികളായ ആളുകൾ കേരളത്തിന്റെ മണ്ണിൽ എല്ലാത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്ന ആളുകൾ, ആ ആളുകൾ അവരുടെ പ്രസിദ്ധീകരണത്തിൽ പറയുകയാണ് സലഫികളാണ് തീവ്രവാദികൾ എന്ന്. പ്രബോധനം വാരികയുടെ പുതിയ ലക്കത്തിന്റെ ചോദ്യോത്തര പങ്ക്തിയിൽ അവരാരോപിക്കുന്നത് സലഫികൾ തീവ്രവാദികളാണ് എന്നാണ്, സലഫികൾ ഭീകരവാദികളാണ് എന്നാണ്, ഇറാഖിലെ ഭീകരവാദികൾ സലഫികളാണ് എന്നാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മുസ്ലിം തീവ്രവാദത്തിന്റെ സൈദ്ധാന്തികമായ അടിത്തറകൾ, ആ സൈദ്ധാന്തികമായ അടിത്തറകൾ പ്രസിദ്ധീകരിച്ച അതേ വാരിക
എല്ലാവിധ തീവ്രവാദങ്ങൾക്കും എതിര് നിന്ന സലഫി പ്രസ്ഥാനത്തെ ഭീകരവാദത്തിന്റെ ഊർജ്ജ സ്രോതസ്സായി പരിചയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇവിടെ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ ഉത്തരവാദിത്തം നമുക്ക് നമ്മുടെ പൂർവികരായ നേതാക്കൾ പഠിപ്പിച്ചു തന്ന യഥാർത്ഥത്തിലുള്ള ജിഹാദ്, ആ ജിഹാദ് നിർവഹിക്കുക എന്ന ഉത്തരവാദിത്തമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്നാണ് ഈ പ്രസ്ഥാനത്തിന്റെ പേര്. കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന് ജിഹാദികളുടെ സംഘം, ജിഹാദികളുടെ സംഘം, ജിഹാദ് ചെയ്യുന്നവരുടെ സംഘം. ഒരു തരത്തിലുള്ള സായുധ പ്രവർത്തനവും ഈ പ്രസ്ഥാനം കേരളത്തിന്റെ ചരിത്രത്തിൽ നടത്തിയിട്ടില്ല. എല്ലാ തരത്തിലുള്ള സായുധ ഇടപെടലുകളെയും നിരാകരിക്കുകയും നിരുത്സാഹപ്പെടുത്തുകയുമാണ് ഈ പ്രസ്ഥാനം ഇന്നോളം ചെയ്തിട്ടുള്ളത്. സായുധമായ സംഘം ചേരലുകൾ, സായുധമായ പടയൊരുക്കങ്ങൾ, അവ ജിഹാദല്ല, ഭീകരവാദമാണ് എന്ന് കേരളത്തെ പഠിപ്പിച്ച പ്രസ്ഥാനം. പക്ഷേ ഈ പ്രസ്ഥാനം സ്വയം പേരിട്ടു ജിഹാദികളുടെ പ്രസ്ഥാനം. അതൊരു ബോധ്യത്തിൽ നിന്നുണ്ടാകുന്ന നാമകരണമാണ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സാഹചര്യത്തിൽ ആയുധമെടുക്കലല്ല എന്ന ബോധ്യത്തിൽ നിന്നുണ്ടാകുന്ന നാമകരണം. ആ ബോധ്യമുണ്ടാകുന്നത് ഖുർആനിൽ നിന്നാണ്, ഖുർആൻ പഠിച്ചത് കൊണ്ടാണ്. ഖുർആനിലെ 25-ാമത്തെ അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ 52-ാമത്തെ വചനം, ഫലാ തുതിൽ കാഫിരീന വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. നിങ്ങൾ സത്യനിഷേധികളെ ഒരിക്കലും അനുസരിച്ചു പോകരുത്, നിങ്ങൾ അവരോട് ഏറ്റവും വലിയ ജിഹാദ് നടത്തുക ഈ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട്. ജിഹാദിന്റെ ആയുധം ബോംബാണ് എന്നല്ല, ജിഹാദിന്റെ ആയുധം വാളാണ് എന്നല്ല, ജിഹാദിന്റെ ആയുധം കത്തിയാണ് എന്നല്ല, ജിഹാദിന്റെ ആയുധം രഹസ്യയോഗങ്ങളാണ് എന്നല്ല, ജിഹാദിന്റെ ആയുധം ഖുർആനാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. ആ പരിശുദ്ധ ഖുർആൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ഏറ്റവും വലിയ ജിഹാദ്. QHLS പോലുള്ളൊരു സംവിധാനം ഉണ്ടാക്കലാണ് കേരളത്തിന്റെ സാഹചര്യത്തിൽ ഏറ്റവും വലിയ ജിഹാദ്. അതിലൂടെ ജനസഹസ്രങ്ങളെ ഖുർആനിന്റെ ആശയങ്ങൾ പഠിപ്പിക്കലാണ് ഇവിടെ നിർവഹിക്കപ്പെടേണ്ട ഏറ്റവും വലിയ ജിഹാദ്. നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അതുകൊണ്ട് തന്നെ നമുക്ക് അഭിമാനിക്കാം. പക്ഷേ നമ്മൾ അറിയണം, നമ്മൾ മനസ്സിലാക്കണം, ഈ ഖുർആനിനെ കുറിച്ച് അറിയാത്ത മലയാളികളുടെ എണ്ണം എന്ന് പറയുന്നത് നമ്മെ അമ്പരപ്പിക്കുന്നതാണ്. 3 കോടിയിലധികമാണ് കേരളത്തിലെ ജനസംഖ്യ. അതിൽ മുസ്ലിങ്ങൾ ചെറിയൊരു ശതമാനം മാത്രമാണ്. ആ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ മുജാഹിദുകൾ അതിനേക്കാൾ ചെറിയൊരു ശതമാനമാണ്. ആ മുജാഹിദുകളെയാണ് നാം ഖുർആൻ പഠിപ്പിക്കുന്നത്. അവരിലേക്കിടയിലേക്കാണ് നാം ഖുർആനിന്റെ സന്ദേശങ്ങൾ എത്തിക്കുന്നത്. മുസ്ലിം സമുദായത്തിലെ നമ്മുടെ പ്രസ്ഥാനത്തോട് ശത്രുത പുലർത്തുന്ന വിഭാഗങ്ങളെയും കുറെയൊക്കെ നാം സ്വാധീനിക്കുന്നു എന്ന് പറയാം. ഇവിടെയുള്ള അമുസ്ലിം സുഹൃത്തുക്കളിലേക്കും ഖുർആനിന്റെ സന്ദേശവുമായി നമുക്ക് ഏറെക്കുറെ കടന്നു ചെല്ലാനാകുന്നുണ്ട്. പക്ഷേ നാം കടന്നു ചെന്നവരെക്കാൾ അധികമാണ് കടന്നു ചെല്ലാത്തവരുടെ എണ്ണം എന്ന വസ്തുത നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകണം. ഇവിടെയുള്ള ബഹുമാന്യരായ ഹൈന്ദവ സഹോദരങ്ങൾ, ഇവിടെയുള്ള ബഹുമാന്യരായ ക്രൈസ്തവ സഹോദരങ്ങൾ, ഇവിടെയുള്ള ബഹുമാന്യരായ ഭൗതിക ബുദ്ധിജീവികൾ, ഇവരെല്ലാവരും ഈ നാട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നാം ഖുർആനിന്റെ മധുരം അറിഞ്ഞവരാണ്. ഖുർആൻ വചനങ്ങളിലൂടെ കടന്നുപോയവർ, ഖുർആൻ നൽകുന്ന സമാധാനം മനസ്സിലേക്ക് ഏറ്റിവെച്ചവർ. അവിടെ നമുക്കറിയാം, പ്രപഞ്ച സൃഷ്ടാവ് ഖുർആൻ അവതരിപ്പിച്ചത് മുഴുവൻ മനുഷ്യർക്കുമുള്ള മാർഗദർശക വെളിപാടായിട്ടാണ് എന്ന്. എല്ലാവർക്കുമുള്ള മാർഗദർശക വെളിപാടാണ് ഖുർആൻ. ആ ഖുർആൻ മുഴുവൻ മനുഷ്യർക്കും എത്തിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം നമ്മയാണ് പടച്ചതമ്പുരാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ത്യാഗങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരും. ആ ത്യാഗമാണ് ജിഹാദ്. QHLS സംഗമത്തിന്റെ, ഖുർആൻ ആൻഡ് ഹദീസ് ലേണിംഗ് സ്കൂൾ സംഗമത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം, ഈ സംഗമം നമ്മുടെ മനസ്സകങ്ങളിൽ അങ്കുരിപ്പിക്കേണ്ട പ്രതിജ്ഞ എന്ന് പറയുന്നത് അതുതന്നെയാണ്. അല്ലാഹുവേ, ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തണൽ സിദ്ധിച്ചവനാണ്, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ തണലും തണുപ്പും അനുഭവിച്ചവനാണ്. മുജാഹിദ് പ്രസ്ഥാനം ഖുർആൻ പഠിപ്പിക്കാൻ അത്യധ്വാനം ചെയ്തു. മുജാഹിദ് പ്രസ്ഥാനം ഖുർആൻ പ്രഭാഷണങ്ങൾ നടത്തി. മുജാഹിദ് പ്രസ്ഥാനം ഖുർആൻ ക്ലാസുകൾ നടത്തി. മുജാഹിദ് പ്രസ്ഥാനം ഖുർആൻ ലേണിംഗ് സ്കൂളുകൾ ആരംഭിച്ചു. മുജാഹിദ് പ്രസ്ഥാനം ഖുർആൻ പരിഭാഷ പ്രസിദ്ധീകരിച്ചു. മുജാഹിദ് പ്രസ്ഥാനം ഖുർആനിന്റെ ആശയം പ്രചരിപ്പിക്കുവാനുള്ള വ്യത്യസ്തങ്ങളായ പഠന പ്രബോധന സംരംഭങ്ങൾ സംഘടിപ്പിച്ചു. അല്ലാഹുവേ, എന്നെ നീ അനുഗ്രഹിച്ചു. ഞാൻ അതിലൊരു കണ്ണിയായി മാറി. ഞാൻ ഖുർആനിനെ കുറിച്ച് അറിഞ്ഞു, ഖുർആനിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടു, ഖുർആനിന്റെ മധുരം അനുഭവിച്ചു. എൻ്റെ ജീവിതത്തെ ഞാൻ സംസ്കരിച്ചു, എൻ്റെ കുടുംബത്തെ ഞാൻ സംസ്കരിച്ചു. പക്ഷേ എനിക്ക് ചുറ്റും ജീവിക്കുന്ന, എൻ്റെ ഭാഷ സംസാരിക്കുന്ന 3 കോടിയോളം വരുന്ന മലയാളികൾ, ആ മലയാളികളിൽ ഒരു മഹാഭൂരിപക്ഷത്തിന് ഇപ്പോഴും മധുരം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ ഇത് ഭീകരവാദമാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അവർ ഇത് ആയുധത്തിന്റെ ഏർപ്പാടാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അവർ ഈ പടച്ച തമ്പുരാന്റെ വർത്തമാനങ്ങളുടെ മാധുര്യം അനുഭവിക്കുവാൻ കഴിയാതെ ഇപ്പോഴും ഇരുട്ടിലാണ്. അതുകൊണ്ട് അല്ലാഹുവേ, എനിക്കിനി വിശ്രമമില്ല. എൻ്റെ ഇനിയുള്ള ദിനരാത്രങ്ങൾ ജിഹാദിന്റെ ദിനരാത്രങ്ങളാണ്.
ജിഹാദിന്റെ ദിനരാത്രങ്ങൾ. ആ ജിഹാദ് എന്ന് പറയുന്നത് ഇവർ പറയുന്ന തെമ്മാടിത്തമല്ല, കാപാലികത്വമല്ല, സായുധമായ പോരാട്ടങ്ങളല്ല, മറിച്ച് ഖുർആനിന്റെ പ്രചരണമാകുന്ന ജിഹാദ്. ഇനി മുതൽ എന്റെ ജീവിതം, ആ ജീവിതം ഖുർആനിന്റെ പ്രചരണത്തിന് വേണ്ടി, ഖുർആനികാശയങ്ങളുടെ പ്രബോധനത്തിന് വേണ്ടി, അതെത്തിയിട്ടില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതായിരിക്കും എന്ന പ്രതിജ്ഞയാകട്ടെ ഇത്തരമൊരു സംഗമത്തിന്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലാഹു അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.